ഹായ് ഫ്രണ്ട്സ്, നാളത്തെ എക്സാം സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്കാണ്. കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. കെമിസ്ട്രി സയൻസ് സ്റ്റുഡൻസിന് നല്ല പേടിയുണ്ട്. കാരണം കഴിഞ്ഞ ഫിസിക്സ് അതുപോലെ ബോട്ടണി ഒക്കെ ഒരനുഭവം അവർക്ക് ആകുലത ഉണ്ടാക്കുന്നുണ്ട്. കൊമേഴ്സുകാർക്കും ആകുലതയുണ്ട്, കാരണം കഴിഞ്ഞ CA ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇനി ആകുലപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ നമുക്ക് കിട്ടി, 2-3 ദിവസം കിട്ടിയവരുണ്ട്. നന്നായിട്ട് പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, വേറെ വഴിയൊന്നുമില്ല. ഹിസ്റ്ററി, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ബിസിനസ് സ്റ്റഡീസും ഒക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. എല്ലാം നന്നായി കവർ ചെയ്ത് പഠിക്കുക. ഇനി കൃത്യമായി ആൻസർ അറിയില്ലെങ്കിലും ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ആൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നത് കൃത്യമായി എഴുതി വെക്കുക. പിന്നെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പഠിക്കുക. കുട്ടികളെ നോട്ട് പഠിക്കണം. നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്ന തയ്യാറാക്കി തന്ന നോട്ട് പഠിക്കാം, സമ്മറി നോട്ട് പഠിക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാം, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിന് പുറമെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള NCERT ക്വസ്റ്റ്യൻസ്, അതായത് പ്രാക്ടീസ് വർക്കുകൾ കൃത്യമായി ചെയ്ത് നോക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് A+ ലെവലിലേക്ക് വരാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, ബാക്കിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, മോഡൽ എക്സാമിന് വന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക. സെലക്റ്റീവ് സ്റ്റഡി വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും ആകുലത വരുന്നത്. എങ്കിലും മോഡൽ എക്സാമിന് വന്ന പാറ്റേണിലെ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നിരിക്കുന്ന നോട്ട്സും മാത്രം പഠിച്ചാലും നമുക്ക് പാസ്, ഡബിൾ പാസ് മാർക്കൊക്കെ കിട്ടും. പക്ഷേ A+ ലെവൽ ഫുൾ മാർക്ക് വാങ്ങേണ്ടവർ ഇത്തരത്തിലുള്ള പ്രൊസീജിയറിലൂടെ കടന്നു പോയിരിക്കണം. എന്തായാലും നന്നായിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് എക്സാം ടഫായി എന്ന് കരുതുന്നവർ അധികം ആകുലപ്പെടേണ്ട. അതങ്ങനെയാണ്, അത് കുഴപ്പമില്ല. പക്ഷേ എക്സാം ടഫായത് ഞാൻ പഠിക്കായിട്ടാണ് എന്നുള്ള കുറ്റബോധം ശരിക്കും നമ്മളോട് നീതി പുലർത്താതിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആവരുത്. എന്തായാലും നാളത്തെ എക്സാം എല്ലാവർക്കും ഈസി ആവട്ടെ. അതിന് മാത്രം നന്നായി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാക്സിമം എഫേർട്ട് ഇടൂ, വർക്ക് ചെയ്യൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.